ഹായ് സ്റ്റുഡൻസ്, MISൻ്റെ ടൈപ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, ദെൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സിസ്റ്റം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത്. മൂന്നാമത്തെ ടൈപ്സാണ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, GDSS. It is a computer-based DSS. It solves unstructured problems through group of decision makers. Okay, decision makersലൂടെ അൺസ്ട്രക്ചേർഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് എന്ത്, GDSS എന്നുള്ളത്. ഓക്കെ, ഇതിൽ സോൾവ് ചെയ്യുക അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. എങ്ങനെ സോൾവ് ചെയ്യുക? എ ഗ്രൂപ്പ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സ്, അല്ലേ, ഒരു ഗ്രൂപ്പ് കൂടിയിട്ട്, ആൾക്കാർ കൂടിയിട്ട് ആലോചിച്ചതിൻ്റെ ശേഷമാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സിലൂടെയാണ് ഇത്തരത്തിലുള്ള അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇൻട്രാക്ഷനൊക്കെ നടന്നതിൻ്റെ ശേഷമാണ് എന്ത് ഉണ്ടാവുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ് എന്ത് പറഞ്ഞത്, GDSS കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സിലൂടെ, അല്ലെ, ഒരുപാട് ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് ചർച്ച ചെയ്യുന്നതിലൂടെയാണ് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനെയാണ് ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഫീച്ചേഴ്സാണ് ഹൈ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ. എന്താണ് ഹൈ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓൾ മാനേജേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് ദെയർ ഓൺ ഐഡിയാസ് ടു സോൾവ് പ്രോബ്ലം. എല്ലാ മാനേജേഴ്സും ആക്റ്റീവായിട്ട് തന്നെ എന്തുണ്ടാവും, ആ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുകയും അവർ അവരുടേതായിട്ടുള്ള ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഹൈ ലെവൽ ഇൻട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദെൻ സെക്കൻഡ്, ക്രിറ്റിസിസം ഫ്രീ ഐഡിയ ജനറേഷൻ. ഒരുപാട് ആൾക്കാർ മെമ്പേഴ്സ് കൂടിയിരുന്നിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് ഇന്നാണ്, അല്ലേ, എല്ലാ മെമ്പേഴ്സിനും അവരുടേതായിട്ടുള്ള ഐഡിയകൾ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല, ആർക്കും എതിർക്കാൻ പാടില്ല. എല്ലാവർക്കും എന്താ, ഫ്രീ ആയിട്ട് അവരുടേതായിട്ടുള്ള ഐഡിയകൾ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക, വിത്തൗട്ട് കൺസിഡറിങ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്. മെറിറ്റോ ഡീമെറിറ്റോ കൺസിഡർ ചെയ്യാതെ ആർക്കും ഏത് മെമ്പേഴ്സിനും അവരുടേതായിട്ടുള്ള ഐഡിയകൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ്പ്രസ് ചെയ്യുക. സോ ക്രിറ്റിസിസം ഫ്രീ ആണ്. എന്താണ്, ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻസ്, അല്ലേ, ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിന് എല്ലാവർക്കും എന്താണ്, ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓൾ മെമ്പേഴ്സ് ഇൻ എ ഗ്രൂപ്പ് ഗെറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഓർ ടു ആക്സസ് ദി ഇൻഫർമേഷൻസ്. ആ എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യുക, ഒരേ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ്, ഫോർത്ത് പോയിൻ്റ്, സ്റ്റോർഡ് ഇൻഫർമേഷൻസ്. എന്താണ്, ആ ഇൻഫർമേഷൻസ് എല്ലാം എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആരെങ്കിലും ഏതെങ്കിലും ഒരു മെമ്പർ ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അദ്ദേഹത്തിന് ആ സിസ്റ്റത്തിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അത്, അല്ല, ആ ഡിസ്കഷന് ബന്ധപ്പെട്ടുമായിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് അല്ലെങ്കിൽ ഐഡിയകൾ അവിടെ ഉണ്ടാവും. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഐഡിയ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. അതാണ് സ്റ്റോർഡ് ഇൻഫർമേഷൻ. ദെൻ ഡിസിഷൻ ഓൺ പ്രിയോറിറ്റീസ്. എന്താണ് ഡിസിഷൻ ഓൺ പ്രിയോറിറ്റീസ്? മാനേജേഴ്സ് ഓരോ ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓരോ പ്രിയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യം ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കണം, അങ്ങനെയുള്ള ഓരോ പ്രയോറിറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പം മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഹിസ് ഐഡിയാസ് ടു സോൾവ് പ്രോബ്ലം ഓൺ ദി ബേസിസ് ഓഫ് പ്രയോറിറ്റീസ്. അല്ലെ, ഓർഗനൈസേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, മെമ്പേഴ്സ് അവരുടേതായിട്ടുള്ള ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ,
ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് GDSS. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമ്പണൻസ് ഓഫ് GDSSൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഡിസിഷൻ മേക്കേഴ്സ്. എന്താണ് ഡിസിഷൻ മേക്കേഴ്സ് ആവശ്യമുണ്ട് അല്ലേ? ആ ഗ്രൂപ്പിൽ ഉള്ള മെമ്പേഴ്സൊക്കെ ഡിസിഷൻ മേക്കേഴ്സ്, അവരൊക്കെ ആക്റ്റീവ്ലി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ഈച്ച് മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഈസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ അറൈവിങ് ഡിസിഷൻസ്. ഓക്കെ, ഇൻ അറൈവിങ് ഡിസിഷൻസ്. ആ ഒരു ഡിസിഷൻസ് അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈച്ച് ആൻഡ് എവറി മെമ്പർ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ്. ഡാറ്റാബേസ് ഉണ്ടാവും. ഡാറ്റാബേസ് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് റെക്കോർഡ്സ് ഓർ ഫയൽസ് അല്ല. അതുപോലെ തന്നെ മോഡൽ ബേസ് എന്താണ്? കളക്ഷൻ ഓഫ് അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മോഡൽസ്. ദെൻ തേർഡ്, ഗ്രൂപ്പ് വെയർ. ഈ ഒരു GDSS സോഫ്റ്റ്വെയറിൽ GDSSൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറഞ്ഞത്? ഗ്രൂപ്പ് വെയർ. ഇത് മൂന്നുമാണ് എന്ത് GDSSൻ്റെ കോമ്പണൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കേഴ്സ്, ദെൻ ഡാറ്റാബേസ് ആൻഡ് മോഡൽ ബേസ്, ദെൻ ഗ്രൂപ്പ് വെയർ. ഓക്കെ, ഇനി നമുക്ക് GDSSൻ്റെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടെക്നിക്സ് ഏതൊക്കെയെന്ന് നോക്കാം. 3 ടെക്നിക്സ് ആണുള്ളത്. ഫസ്റ്റ് പോയിൻ്റ്, ബ്രെയിൻ സ്റ്റോമിങ്. എന്താണ് ബ്രെയിൻ സ്റ്റോമിങ്? ഓക്കെ, the problem given to the members of the group and members are allowed to contribute their ideas without considering its merit and demerits. ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിന് ആ ഒരു പ്രോബ്ലംസ് ആണ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ മെമ്പേഴ്സിനും അവരുടേതായിട്ടുള്ള ഐഡിയകൾ, സൊല്യൂഷൻസ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിൻ്റെ മെറിറ്റോ ഡീമെറിറ്റോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം? അവരുടേതായിട്ടുള്ള ഐഡിയകൾ, അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആരും എന്തില്ല ഇതിൽ എതിർക്കപ്പെടുകയൊന്നും ചെയ്യില്ല. ഓക്കെ, ക്രിറ്റിസിസം ഈസ് പ്രോഹിബിറ്റഡ്. ക്രിറ്റിസിസം എന്താണ്? ഇതിൽ പ്രോഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് എല്ലാവർക്കും എന്ത് ചെയ്യാം? അവരുടേതായിട്ടുള്ള ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യാം. ആ ഐഡിയയുടെ മെറിറ്റോ ഡീമെറിറ്റോ ഒന്നും അവർ നോക്കാതെ തന്നെ അവർക്ക് അവരെ ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യാം. എന്താണ്? ക്രിറ്റിസിസം ഇതിൽ പ്രോഹിബിറ്റഡ് ആണ്. ഓക്കെ, അതാണ് ബ്രെയിൻ സ്റ്റോമിങ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡ്, നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്സ്. എന്താണ് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്സ് കൊണ്ട്? മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഡൗൺ ദെയർ ഒപ്പീനിയൻ ഇൻഡിപെൻഡൻ്റ്ലി. ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഒരു പേപ്പറിൽ എഴുതാം. ഓക്കെ, ആഫ്റ്റർ കളക്ടിങ് ദ ഐഡിയാസ് ഈസ് പ്ലേസ്ഡ് ഫോർ ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് ഇവാലുവേഷൻ. അവർ എഴുതിയത് എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷൻ വെക്കും. എന്തിനു വേണ്ടിയിട്ട്? അവരെ ആ ഒരു ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരെ ഐഡിയാസ് അല്ലെങ്കിൽ അവരെ റെസ്പോൺസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദെൻ ദീസ് ഐഡിയാസ് ആർ റാങ്ക്ഡ് ആൻഡ് ഫൈനൽ ഡിസിഷൻ ഈസ് അറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് റാങ്കിങ്. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഓപ്പൺ ഡിസ്കഷനിലൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് റാങ്ക് ഇടും. ഓരോന്നിന് റാങ്ക് ഇടും. ദെൻ ഫൈനൽ ഡിസിഷന് ആ ഒരു റാങ്കിൻ്റെ ബേസിലാണ് എടുക്കുക. ഓക്കെ, ഇനി ഡെൽഫി മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഡെൽഫി മെത്തേഡ്. ഹിയർ there will not be any formal meeting of participant. ഇവിടെ എന്തില്ല? മീറ്റിംഗ് ഒന്നുമില്ല. The participant of decision making are asked to fill up questionnaire and send through post. എന്താണ്? ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് എന്ത് ചെയ്യും? പാർട്ടിസിപ്പൻറ്റിനോട് എന്ത് പറയും? ഒരു ക്വസ്റ്റ്യനെയർ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ അത് ഫില്ല് ചെയ്യണമെന്ന് പറയും. ദ റെസ്പോൺസസ് ആർ ടാബുലേറ്റഡ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്വസ്റ്റ്യൻ റിവൈസ്ഡ്. അല്ലേ? അവർക്ക് ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യും, അവരത് ഫില്ല് ചെയ്തിട്ട് അവരിങ്ങോട്ട് അയച്ചു തരും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളത് അല്ലെങ്കിൽ മാനേജേഴ്സ് അത് ടാബുലേറ്റ് ചെയ്യും. ഓക്കെ, ടാബുലേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വസ്റ്റ്യനെയർ റിവൈസ്ഡ് വിച്ച് വിൽ ബി കംപ്ലീറ്റഡ് ലാർജ് ഗ്രൂപ്പ്. ഓക്കെ, അവർ നല്ല ആൻസർ കിട്ടുന്നത് വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഡെൽഫി മെത്തേഡ് ശ്രദ്ധിക്കുക. എന്താണ്? നമ്മൾ ക്വസ്റ്റ്യനെയർ പാർട്ടിസിപ്പൻറ്റിന് അയച്ചു കൊടുക്കും പോസ്റ്റിലൂടെ. അവരത് ഫില്ല് ചെയ്തിട്ട് നമുക്ക്
ഫ്രീ ആയിട്ട് അയച്ചു തരും. എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ടാബുലേറ്റ് ചെയ്യും. ഓക്കെ, ആ റെസ്പോൺസ് ടാബുലേറ്റ് ചെയ്യും, നല്ലത് ഏതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് അതൊരു നല്ലൊരു ഡിസിഷൻസാണ് അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ടാബുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ഡിസിഷൻസ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, നമ്മൾ അത് ഫൈനൽ ഡിസിഷൻസ് എടുക്കും. അല്ല കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഗ്രൂപ്പ് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യും. ഫൈനൽ ഡിസിഷൻസ് നല്ലൊരു ഡിസിഷൻ കിട്ടുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ഡെൽഫി മെത്തേഡ്. ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്തിട്ടാണ് പാർട്ടിസിപ്പൻറ്റിന് ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള റെസ്പോൺസിനനുസരിച്ചിട്ട് ആണ് ഫൈനൽ ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, ഇനി GDSSൻ്റെ ബെനഫിറ്റാണ് ഗ്രേറ്റർ പാർട്ടിസിപ്പൻറ്റ്, ലാർജ് മെമ്പേഴ്സ് പാർട്ടിസിപ്പൻ്റെയും എല്ലാ മാനേജേഴ്സും, ഓൾ മാനേജേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻസ് ആർ പാർട്ടിസിപ്പേറ്റ്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദെൻ ഓപ്പൺ ആൻഡ് ഫ്രീ അറ്റ്മോസ്ഫിയർ, എന്താണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡിയ എക്സ്പ്രസ് ചെയ്യുക, ഓപ്പൺ ആണ്, ക്രിറ്റിസിസോ പ്രോബ്ലംസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ക്യാൻ ബി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ആൻഡ് ആക്റ്റീവ്ലി എക്സ്പ്രസ് ദെയർ ഓൺ ഐഡിയാസ്. ഓക്കെ, തേർഡ് നോൺ ക്രിറ്റിസിസം ഇല്ല. ഓക്കെ, എല്ലാവർക്കും അവരെ ഐഡിയ എക്സ്പ്രസ് ചെയ്യാം വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് മെറിറ്റ് ആൻഡ് മെറിറ്റോ ഡിമെറിറ്റോ ഒന്നും നോക്കാതെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്രിറ്റിസിസം പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പൂളിംഗ് ഓഫ് നോളജ്, അല്ലേ, വെറൈറ്റി ഓഫ് ഒരുപാട് മാനേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ കിട്ടും. ഓക്കെ, ഒരുപാട് മാനേജേഴ്സ് ഇതിൽ പങ്കെടുക്കും. അത് പങ്കെടുക്കുന്നത് വഴി ഒരുപാട് കിട്ടും, ഐഡിയാസ് ഇതിൽ കിട്ടും. അതാണ് പൂളിംഗ് ഓഫ് നോളജ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അതിലൂടെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ദെൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. എന്താണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്? എല്ലാ പാർട്ടിസിപ്പൻറ്റിനും അവരുടേതായിട്ടുള്ള ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരു മടിയും കൂടാതെ തന്നെ അവരെ കൊളീഗ്സിനോട് അതുപോലെ തന്നെ അവരുടെ സൂപ്പർവൈസറോടും ഒക്കെ അവരെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലൂടെ ദിസ് പ്രൊവൈഡ് ദം മോർ കോൺഫിഡൻസ്, അല്ലേ, ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അവർക്ക് കിട്ടും. സോ ദാറ്റ് ലീഡ് ടു പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സാധിക്കും. ദെൻ നെക്സ്റ്റ്, ഇൻഫർമേഷൻ ടു നോൺ പാർട്ടിസിപ്പൻറ്റ്. ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത ആൾക്കാർക്ക് കിട്ടും, ഇൻഫർമേഷൻസ് കിട്ടും. കാരണം നമ്മളത് ഓൾറെഡി സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ബെനഫിറ്റ്സ് ഓഫ് GDSS. ഇന്ന് അതിൻ്റെ ലിമിറ്റേഷൻസാണ് പറയുന്നത്. ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. കാരണം ഡാറ്റ കളക്ഷന് നമ്മൾ ആ 3 ടെക്നിക്സ് ബ്രെയിൻ സ്റ്റോമിങ്ങിലും നല്ല ടൈം കൺസ്യൂം ചെയ്യും. ദെൻ ഡെൽഫി മെത്തേഡിലും നോമിനൽ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ്ലി, ചിലവ് കൂടിയതാണ്. ദെൻ ഇൻഡിവിജ്വൽ ഡൊമിനേഷൻ, ഈ ഒരു മീറ്റിങ്ങിലൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ബ്രെയിൻ സ്റ്റോമിങ്ങിലാവട്ടെ നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്കിലാവട്ടെ ഒക്കെ ഒരു ഇൻഡിവിജ്വൽ ഡൊമിനൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം അവിടെ എടുക്കുകയുള്ളൂ. ഓക്കെ, അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ നോൺ റെസ്പോൺസിബിലിറ്റി, കളക്റ്റീവായിട്ട് തീരുമാനം എടുക്കുന്നതിലൂടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ ആരും അതിന് ഉത്തരവാദികൾ ആവില്ല. ഇതാണ് GDSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്.